മുട്ട് തേയ്മാനം നിങ്ങളെ വലയ്ക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽമുട്ടിലെ തേയ്മാനം. പലപ്പോഴും വളരെ നേരത്തെ തന്നെ ഒരു 50 വയസ്സോട് കൂടി പലർക്കും ഇതിൻ്റെ തുടക്കത്തിലെ ലക്ഷണങ്ങൾ വരാറുണ്ട്. പക്ഷേ പലരും അതിനെ കാര്യമായി കാണാറില്ല. അങ്ങനെയുള്ള പലരും പിന്നീട് ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും ആ മുട്ടുവേദന കൂടുതൽ കലശമായിട്ട് വരുമ്പോഴാണ് ഡോക്ടറെ സമീപിക്കാറ്. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതിലുണ്ട്. പലപ്പോഴും മുട്ട് തേയ്മാനം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ മുട്ട് തേയ്മാനം വളരെ മോശമാകുന്നതിനെ തടയാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു നൂതന ടെക്നിക്കാണ് റീജനറേറ്റീവ് തെറാപ്പി അഥവാ പുനർജീവന ചികിത്സ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനാണ് PRP അഥവാ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ചികിത്സാ രീതി. ഇതിൽ പേഷ്യൻറ്റിൻ്റെ തന്നെ ബ്ലഡ് എടുത്തുകൊണ്ട് അത് പ്രോസസ്സ് ചെയ്ത് അതിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മാത്രം നമ്മൾ മുട്ടിലേക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ അത് തേയ്മാനം ഉണ്ടാകുന്നതിനെ അല്ലെങ്കിൽ തരുണാസ്ഥികൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംവരണ കവർ പോലെ അവിടെ നിൽക്കുകയും അത് തേയ്മാനം ഉണ്ടാകുന്ന തോതിനെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് പിന്നീടുള്ള തേയ്മാനത്തിൻ്റെ ആ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിനെ കുറച്ച് നമുക്ക് വേദന വരാതെ കുറേ കാലം കൂടി നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു.